കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി അമിത് ഉറാങ്ങുമായി പോലീസിന്റെ തെളിവെടുപ്പ് തുടരുന്നു. കൊലപാതകം നടത്തിയ വീട്ടിലെ CCTV ഹാർഡ് ഡിസ്കും ഒരു മൊബൈൽ ഫോണും സമീപത്തെ കുളങ്ങളിൽ നിന്നും കണ്ടെത്തി. കൊലപാതകം നടന്ന തിരുവാതുക്കലിലെ വീട്ടിലും പ്രതിയെ എത്തിച്ചു തെളിവെടുത്തു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ടോബി, ഈ തെളിവെടുപ്പ് ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ശ്രമം എന്താണ്? പോലീസിന്റെ ഭാഗത്തും ഹാർഡ് ഡിസ്ക് കണ്ടെത്തിയിരിക്കുന്നു. 2 മൊബൈൽ ഫോണുകളുള്ളിൽ 1 കണ്ടെത്തിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ എവിടെയാണ് തെളിവെടുപ്പ് നടക്കുന്നത്? വിവരങ്ങൾ പറയൂ. പ്രജിൻ, തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്നത് ഈ സംഭവം നടന്ന വീട്ടിലാണ്. ശ്രീവത്സം എന്ന് പറയുന്ന തിരുവാതുക്കലുള്ള ആ വീട്ടിലാണ് പ്രതിയെ കൊണ്ടുവന്നത്. ഏകദേശം 1 മണിക്കൂർ നേരം തെളിവെടുപ്പ് അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്രതിയെ ഇപ്പോൾ ഇറക്കിക്കൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ആദ്യം പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുവന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ടുള്ള ഹാർഡ് ഡിസ്ക് കണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇവിടെ അത്യാധുനിക സംവിധാനമുള്ള CCTVകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ ഹാർഡ് ഡിസ്ക് എവിടെ കൊണ്ടുപോയി, എവിടുന്ന് എടുത്തുകൊണ്ട് പോയി എന്നുള്ളത് പോലീസിന് പ്രാഥമിക പരിശോധനയിൽ തന്നെ വ്യക്തമായിരുന്നു. അപ്പോൾ അത് എവിടെ ഉപേക്ഷിച്ചു എന്നുള്ളതായിരുന്നു പോലീസിന് മുന്നിലുണ്ടായിരുന്ന വലിയ ചോദ്യം. ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം പ്രതിയിൽ നിന്നും ആദ്യം ചോദിച്ചറിഞ്ഞ കാര്യം അതായിരുന്നു. അങ്ങനെയാണ് ഈ ശ്രീവത്സം എന്ന് പറയുന്ന തിരുവാതുക്കലെ വീട്ടിന്റെ സമീപത്തുള്ള റോഡ് വഴി ഒരു ഇടവഴിയാണ്. അതിലെ ഏകദേശം 300-400 മീറ്റർ അകലെയുള്ള പള്ളിക്കുളം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു തോട്ടിൽ ഈ ഹാർഡ് ഡ്രൈവ് ഇട്ടിട്ടുണ്ട് എന്ന് പ്രതി പോലീസിനോട് പറയുകയും അവിടെ പ്രതിയെ എത്തിച്ച് കൃത്യമായി അത് തെളിവ് റിക്കവറി ചെയ്യാൻ റിക്കവറി നടപടി പൂർത്തിയാക്കാൻ പോലീസിന് സാധിച്ചു. അതിനുശേഷമാണ് അർത്തുട്ടി പാലത്തിന് താഴെ ഒരു മൊബൈൽ ഫോണും ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ എത്തി പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് ആ തോട്ടിൽ നിന്നും ഒരു ഐഫോണും കൂടി ലഭിച്ചിട്ടുണ്ട്. മൊത്തം 3 മൊബൈൽ ഫോണാണ് പ്രതി ഇവിടെ നിന്നും എടുത്തുകൊണ്ട് പോയത്. അതിൽ 2 എണ്ണം ഇനി കിട്ടാനുണ്ട്. നേരത്തെ ഒരു മൊബൈൽ ഫോൺ തൃശ്ശൂരിൽ വെച്ച് ഓണാക്കിയപ്പോഴാണ് ഈ പ്രതിയെ ട്രാക്ക് ചെയ്യാൻ പോലീസിന് സാധിച്ചത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരോ മറ്റോ ഇത് ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് സംബന്ധിച്ചുള്ള മൊഴി പ്രതി നൽകിയാൽ മാത്രമേ അത് റിക്കവർ ചെയ്യാൻ സാധിക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ പ്രതിയെ പിടികൂടിയ മാളയടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരുപക്ഷെ പോലീസിന് വീണ്ടും തെളിവെടുപ്പിന് വേണ്ടി പ്രതിയെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും ഉച്ചയ്ക്ക് ശേഷമാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂർ പോലീസിന് മുൻപാകെ ഉണ്ട്. നാളെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും അതിനുശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടികളാകും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. ഇന്നലെ പുലർച്ചെയാണ് ഈ സംഭവം നടന്നത്. അതിനുശേഷം 24 മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പ് തന്നെ പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചു എന്നുള്ളത് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അതിലേക്ക് നയിച്ചത് ഈ CCTVയും അതോടൊപ്പം തന്നെ ഈ മൊബൈൽ ഫോൺ ഓണാക്കിയതുമാണ്. എന്തായാലും പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഇതിന്റെ മോട്ടീവ് എന്ത് എന്നുള്ളത് കൃത്യമായി പോലീസിന് മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മൊബൈൽ ഫോൺ മോഷ്ടിക്കുകയും അതുപോലെ തന്നെ ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പണം തട്ടുകയും ചെയ്ത ഒരു കേസ് മുൻപുണ്ടായിരുന്നു. ആ കേസിൽ ഈ പ്രതി അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുകയായിരുന്നു ഏകദേശം 5 മാസക്കാലം. അതാണ് വൈരാഗ്യത്തിന് കാരണമായതെന്നാണ് പറയുന്നത്. എന്നാൽ ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം നടത്താൻ അത് മതിയായിട്ടുള്ള ഒരു മോട്ടീവാണോ, അല്ലെങ്കിൽ അതിൽ അപ്പുറത്തേക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടാകാനുള്ള സാഹചര്യം പ്രതിക്കുണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ. നാളെ ഈ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് അക്കാര്യങ്ങൾ ചോദിച്ചറിയും. കൂടുതൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ആലോചനയുമാണ് പോലീസ് നടത്തുന്നത്. പ്രജിൻ, ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.